RDX ആദ്യ വിഷയത്തിലേക്ക്. സുരക്ഷാ സൈനികരോ ഉദ്യോഗസ്ഥരോ അല്ല, സാധാരണക്കാരായ സഞ്ചാരികൾ തന്നെ തോക്കിൻ മുനയുടെ ഇരയാകണമെന്ന് ഭീകരർ തീരുമാനിച്ചത് ഏപ്രിൽ 22-നോ ഏതാനും ദിവസങ്ങൾക്കോ പോലും മുൻപല്ല. ഭീകരാക്രമണത്തിന് കൃത്യമായ പദ്ധതി തയ്യാറാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ 1.5 വർഷം മുന്നേ ഇന്ത്യയിലെത്തി. പക്ഷേ അത് തിരിച്ചറിയാൻ സുരക്ഷാ സേനയ്ക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും പറ്റിയില്ല എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. പിഴവ് പറ്റിയെന്ന് കേന്ദ്രം പരോക്ഷമായി സമ്മതിച്ചെന്നാണ് ഇന്നലത്തെ സർവകക്ഷി യോഗത്തിന് പിന്നാലെ പുറത്തുവന്ന വിവരം. ജൂണിൽ തുറക്കുന്ന ബൈസരൺ പ്രാദേശിക ഭരണകൂടം ഏപ്രിലിൽ തുറന്നു നൽകിയത് സുരക്ഷാ സേനയെ അറിയിക്കാതെയാണ് എന്നത് വിഷയത്തിന്റെ ആഴം കൂട്ടുന്നു. പെഹൽഗാമിൽ പറ്റിയതെന്താണ് എന്ന് RDX അന്വേഷിക്കുന്നു. അതിനു മുമ്പ് ഇന്ന് താഴ്വരയിൽ നടന്നത് എന്തെന്ന് കാണാം. RDX റാപ്പ് 59 സെക്കൻഡിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം തുടരുകയാണ്. ഭീകരർ ഇപ്പോഴും മലനിരകളിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനടക്കം പാക് ഭീകരർ 1.5 വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ് റിപ്പോർട്ടുകൾ. തദ്ദേശീയരിൽ നിന്നുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ലഷ്കർ എ തോയ്ബ സ്ലീപ്പർ സെല്ലിലെ 5 പേരെ NIA അറസ്റ്റ് ചെയ്തു. അനന്ത്നാഗ് നഗരത്തിൽ ഭീകരർക്കായി ഇവർ ഒളിത്താവളം ഒരുക്കിയെന്നാണ് കണ്ടെത്തൽ. ബന്ദിപ്പോരയിൽ ഭീകരരും സുരക്ഷാ സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലലിയെ സൈന്യം വധിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കുള്ള കശ്മീരി ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു. ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നെന്ന് സുരക്ഷാ സേന അറിയിച്ചു. ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ പാക് പൗരന്മാരെ തെരഞ്ഞുപിടിച്ച് നാടുകടത്താൻ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. കശ്മീരിലെ സുരക്ഷാ സാഹചര്യം സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നേരിട്ടെത്തി വിലയിരുത്തി. ഭീകരർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കശ്മീരിലെ ജനങ്ങൾ ഇന്നും തെരുവിലിറങ്ങി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സുരക്ഷാ വീഴ്ച സമ്മതിച്ചു കേന്ദ്രം എന്നത് ഇന്നലത്തെ തന്നെ വിശദവിവരങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച കേന്ദ്രം പരോക്ഷമായി സമ്മതിച്ചു എന്നാണ് ഇന്നലെ പ്രതിപക്ഷം പറഞ്ഞത്. സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം വീഴ്ച ശരിവെക്കുന്നതാണ് എന്ന് പുറത്തിറങ്ങി വന്ന പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ തന്നെ പറഞ്ഞു. സ്ഥിതിഗതികൾ വിശദീകരിച്ച IB സ്പെഷ്യൽ ഡയറക്ടറുടെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ കാര്യം പറഞ്ഞത്. തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും ബൈസറൺ തുറന്നു നൽകേണ്ടിയിരുന്നത് ജൂണിലായിരുന്നു എന്നതിൽ പറയുന്നു. ഇത്തവണ ഏപ്രിലിൽ തന്നെ പക്ഷേ ജില്ലാ ഭരണകൂടം ബൈസറൺ തുറന്നു നൽകിയെന്ന് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞു. സഞ്ചാരികൾ ധാരാളമായി എത്തുന്നതും ജില്ലാ ഭരണകൂടം സുരക്ഷാ സേനയെ അറിയിച്ചില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായുള്ള ആളുകൾ പറഞ്ഞത്. അതിനാൽ മേഖലയിൽ സേനാ വിന്യാസം നടത്തിയിട്ടില്ല എന്നാണ് വിശദീകരണം. ആക്രമണം നടന്ന ദിവസം പഹൽഗാമിൽ ഉണ്ടായിരുന്നത് 500 സുരക്ഷാ സൈനികർ മാത്രമായിരുന്നു എന്നും കേന്ദ്രം സമ്മതിച്ചെന്ന് പ്രതിപക്ഷം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈസറണിലെത്തിയത് 1000 സഞ്ചാരികളിലേറെയാണ്. 1000-ലേറെ പേർ സഞ്ചാരികളെ എത്തി. ബൈസറണിൽ ഈ ദിവസങ്ങളിൽ സുരക്ഷാ സൈനികർ ആരും ഉണ്ടായിരുന്നില്ല എന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സൈനികർക്ക് കാൽനടയായി ബൈസറണിൽ എത്താനായത് ആക്രമണം നടന്ന് 45 മിനിറ്റിന് ശേഷം മാത്രമാണ്. ആക്രമണം ഉണ്ടായിട്ട് 45 മിനിറ്റിന് ശേഷം മാത്രമാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പിന്നീട് മറുപടി നൽകാമെന്നാണ് കേന്ദ്രം ഇന്നലെ വിശദമായിട്ട് പറഞ്ഞത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് പഹൽഗാമിൽ നിന്ന് ബൈസറണിലേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട്. വഴി ഏറെ ദുർഘടമായതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ആദ്യ സന്ദേശം എത്തുന്നത് ഉച്ചകഴിഞ്ഞ് 2:45 എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിളിച്ചത് ഒരു സ്ത്രീയാണ്. ഉടൻ തന്നെ 45 പേരുടെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2.5 കിലോമീറ്റർ ദൂരം സൈനിക വാഹനങ്ങളിലും ബൈക്കുകളിലുമായിട്ട് പോയി. അതിനുശേഷം പക്ഷേ ചെളി നിറഞ്ഞ മോശം വഴി പോലീസ് സംഘം ഓടിക്കയറുകയായിരുന്നു എന്നാണ് കേന്ദ്രം പറയുന്നത്. ആ ഭാഗത്തു നിന്ന് ഉള്ള വിശദീകരണം. എല്ലാവരും ബൈസറണിലെത്തിയത് ഭീകരർ കാട്ടിലേക്ക് മറിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിലുള്ളത് ത്രിതല സുരക്ഷാ സംവിധാനമാണ്. ജമ്മു കാശ്മീരിൽ പോലീസ്, CRPF, സൈന്യം എന്നിങ്ങനെ 3 തലത്തിലാണ് സുരക്ഷയുള്ളത്. രഹസ്യ വിവരങ്ങൾ, നിരീക്ഷണം, ആക്രമണം എന്നിവ യഥാക്രമം ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ നേതൃത്വം സൈന്യത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസ് RR എന്ന ടീമിനാണ്. പ്രശ്നബാധിത മേഖലകൾ ഗ്രിഡുകളാക്കി തിരിച്ച് RR ബറ്റാലിയനുകൾക്ക് ചുമതല നൽകുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. അനന്ത്നാഗ്, പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ മേഖലയുടെ ചുമതല വിക്ടർ ഫോഴ്സ് എന്ന ഫോഴ്സിനാണ്. 1994 വിക്ടർ ഫോഴ്സ് രൂപീകരിച്ച് മേഖലകളുടെ ചുമതല അവർക്ക് ഈ മേഖലകളുടെ ചുമതല കൈമാറിയത്. 4 വർഷമായി ഈ വിഭാഗങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് കുറവാണ് എന്ന് ഈ ഘട്ടത്തിൽ വിമർശ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നാലെ 2016 നുഴഞ്ഞുകയറ്റം തടയാൻ സുരക്ഷ കടുപ്പിച്ചിട്ടുണ്ട്. കോംപ്രഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം CIBMS അതിനുശേഷം ആവിഷ്കരിച്ചു. നുഴഞ്ഞുകയറ്റം തടയാൻ തെർമൽ ഇമേജറുകൾ, ഇൻഫ്രാറെഡ് ലേസർ അലാറം എന്നിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രൗണ്ട് സെൻസറുകൾ, എയറോസ്റ്റാറ്റുകൾ, സോണാർ സിസ്റ്റങ്ങൾ എന്നിവ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. ബോർഡർ സീലിംഗ് എവിടെ വരെയാണ്? ഇന്ത്യ പാക് ബോർഡർ സീലിംഗ് നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന കാര്യം കൂടെ ഈ ഘട്ടത്തിൽ
വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ മുന്നോട്ട് വെക്കപ്പെടുന്നു. ആദ്യം പദ്ധതി ഇട്ടത് 2018 ഡിസംബറോടെ ഈ ബോർഡർ സീലിംഗ് പൂർത്തിയാക്കാനായിരുന്നു. പദ്ധതിക്ക് പ്രതികൂല കാലാവസ്ഥയും സുരക്ഷാ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ആ മേഖലയുടെ വസ്തുത അങ്ങനെയായതുകൊണ്ട് തിരിച്ചടിയായി. നിലവിൽ പദ്ധതി ഇടുന്നത് 2025 ഡിസംബറോടെ ഇതെല്ലാം പൂർത്തിയാക്കാൻ ആണ് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പഹൽഗാം മേഖലയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരൽപ്പം കാര്യങ്ങൾ ലൂസാക്കിയത്. ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പൂഞ്ച്, രജൌരി, ചെനാബ് മേഖലകളിലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രതിരോധിക്കാൻ ഈ മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഭീകരർ പിൻവാങ്ങിയത് പെഹൽഗാമിൽ നിന്ന് സേനകളെ അകറ്റാനാണെന്നാണ് സംശയം. അങ്ങനെയും സൈന്യം സംശയിക്കുന്നു. വേനൽക്കാലത്ത് ജമ്മു കശ്മീരിൽ ഭീകരർ ആക്രമണം ശക്തമാക്കുന്നത് പതിവാണ് എന്നിപ്പോൾ പറയുന്നു. ടൂറിസ്റ്റ് സീസണിലെ ആക്രമണ സാധ്യത മുൻകൂട്ടി കാണാത്തത് തിരിച്ചടിയായെന്നാണ് വിമർശനം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരർ ഏറെ നാളായി പ്രദേശവാസികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കൃത്യമായ രേഖാചിത്രം പുറത്തുവിടാനായത് ഇതിനാലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പെഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകന് മർദ്ദനമുണ്ടായി എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. BJP MLA-മാരോട് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനെ പാർട്ടി പ്രവർത്തകർ ഒന്നുചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റത് കശ്മീരിലെ കട്ടുവായിൽ ദൈനിക് ജാഗരൺ റിപ്പോർട്ടർ രാകേഷ് ശർമ്മയ്ക്കാണ്. രാകേഷ് ശർമ്മ ചോദ്യം ഉന്നയിച്ചത് BJPയുടെ പ്രതിഷേധ യോഗത്തിനിടെയാണ്. ഈ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പഹൽഗാമിലെത്തി സുരക്ഷ വിലയിരുത്തി സൈനിക മേധാവി ഇന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം നേരിട്ടെത്തി വിവിധ സേനാ വിഭാഗങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തൽസ്ഥിതി അദ്ദേഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു എന്നും അറിയുന്നു. ഭീകരർക്ക് ആദ്യ പ്രഹരമായിട്ട് ബന്ദിപ്പോരിൽ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലിയെ സൈന്യം ഇന്ന് വധിച്ചു എന്ന വാർത്ത പുറത്തുവന്നു. ആക്രമണത്തിൽ പങ്കുള്ള കശ്മീരി ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആ വാർത്ത പുറത്തു വന്നു. തകർന്നത് ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് എന്നാണ് പറയുന്നത്. ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നുവെന്നാണ് സുരക്ഷാ സേന പിന്നീട് അറിയിച്ചത്. പാക് പൗരന്മാരെ നാട് കടത്തണം എന്ന് അമിത്ഷാ ഇന്ന് ആവശ്യപ്പെട്ടു. കണ്ടെത്തി ഉടൻ തിരിച്ചയക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നടപടികൾ തുടങ്ങാൻ എല്ലാ മുഖ്യമന്ത്രിമാർക്കും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇതാണ് ഇന്ന് നടന്നതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിവരം. ഇന്നും പ്രധാനമായിട്ടുള്ള ചർച്ച മറ്റെല്ലാ വാർത്തകളെയും അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഹർഷനുള്ളത്. ഇന്നത്തെ സംഭവ വികാസങ്ങളെ എങ്ങനെ കാണണം? ഒന്ന്, ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കേന്ദ്രം തന്നെ സമ്മതിച്ചതായിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ അവരുടെ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന് പറഞ്ഞത്. കേന്ദ്രം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്തായിരിക്കും? അതായത് ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പരോക്ഷമായെങ്കിലും അങ്ങനെ സമ്മതിക്കാതെ കേന്ദ്രത്തിന് വേറെ വഴിയില്ല. പ്രതിപക്ഷത്തിന് മുന്നിൽ പരോക്ഷമായി സമ്മതിച്ചതായി പ്രതിപക്ഷം ആഗ്രഹിക്കുകയോ അങ്ങനെ നമ്മളോട് വിശദീകരിക്കുകയോ ചെയ്യുന്നത് എന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിന് മുന്നിൽ ഇതവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സനീഷ് അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഈ കത്വയിൽ ദൈനിക് ജാഗരൻ്റെ റിപ്പോർട്ടറെ BJP പ്രവർത്തകർ ആക്രമിക്കുകയാണ് ചെയ്തത്. കാരണം അവിടുത്തെ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, അതായത് കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇന്റലിജൻസ് വീഴ്ച ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചോ എന്ന ചോദ്യം ഉയരുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സനീഷ്, മാർച്ച് 27 ഇതേ കത്വയിൽ 4 പോലീസുകാരാണ് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നമ്മളവിടെ ഭീകരാക്രമണമേ നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീതിയിലൊന്നും കഴിയേണ്ട കാര്യമില്ല. അവിടെ മാർച്ച് 27 4 പോലീസുകാർ മരിച്ചു. അവിടെ പ്രത്യാക്രമണത്തിൽ ഈ പറയുന്ന 3 ഭീകരരെ വധിക്കാനും കഴിഞ്ഞു പോലീസുകാർക്ക്. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏപ്രിൽ 7, 8 തീയതികളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇതിൻ്റെ തുടർച്ചയായി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നോ? അങ്ങനെ വേണോ നമ്മൾ മനസ്സിലാക്കാൻ? കാരണം ഈ ഒരു മാസത്തിനപ്പുറം ഇങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നിട്ടുണ്ടല്ലോ. അവിടെ ഭീകരരുടെ സാന്നിധ്യം ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞല്ലോ. അത് രാജ്യത്തിന് അറിയാമല്ലോ. എന്നിട്ടും അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ നേരത്തെ ഏപ്രിലിൽ അവിടെ പ്രാദേശിക ഭരണകൂടം ആ പ്രദേശം തുറന്നു കൊടുത്തു, ബൈസൺ വാലി തുറന്നു കൊടുത്തു, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ കരുതാനാവുക? കാരണം അത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പ്രാപ്തിയില്ലേ? അവിടെ നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു പക്ഷേ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കേണ്ട സംവിധാനം ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെയല്ലേ? കാരണം അവിടെ ഏറ്റവും അധികം സൈനിക സാന്നിധ്യമുള്ള മേഖലയാണ്. ലോകത്ത് തന്നെ ഏറ്റവും അധികം സൈനിക സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു സിവിലിയൻ മേഖല എന്ന് പറയാവുന്ന സ്ഥലമാണല്ലോ ജമ്മു കാശ്മീർ. അവിടെ അപ്പോൾ അത് ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സംശയം. ഇനി ഇതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ, ഇത് വളരെ വിശാലമായ ഒരു പുൽത്തകിടിയാണല്ലോ ഈ ബൈസറൻ വാലി. നമ്മളത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ ആദ്യ ദിവസം തന്നെ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലുള്ളതാണ്. പക്ഷേ നമ്മളത് ഇത് കാത്തിരുന്നു
ഔചിത്യം എന്നുള്ളത് വേണമല്ലോ. അതുകൊണ്ട് കാത്തിരുന്ന് ചോദിക്കാമെന്ന് എല്ലാവരും കരുതിയിട്ടുണ്ട്, പ്രതിപക്ഷവും അത് തന്നെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇത് ഒളിഞ്ഞിരുന്ന് വെടിവെക്കുകയല്ല ആളുകളെ. പോയിന്റ് ബ്ലാങ്കിൽ ഈ പുൽമേട്ടിലേക്ക് കടന്നു വന്നിട്ട് പോയിന്റ് ബ്ലാങ്കിൽ പിടിച്ചു നിർത്തി അവരോട് വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ആളുകളെ. അപ്പോൾ അവിടെ സൈന്യത്തിൻ്റെയോ പോലീസിൻ്റെയോ ഒരു സാന്നിധ്യവുമില്ല. ഒരു പോലീസുകാരൻ, ഒരു സൈനികരുണ്ടായിരുന്നെങ്കിൽ ഒരു ഭീകരനെങ്കിലും വെടിവെച്ച് വീഴ്ത്താമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു ജീവനെങ്കിലും അവിടെ രക്ഷിക്കാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ നടത്താനുള്ള ഒരു സൈനിക സാന്നിധ്യം അവിടെ ഉണ്ടായില്ല എന്നുള്ളത് വീഴ്ച തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ എപ്പോൾ അമേരിക്കയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ക്ലിന്റന്റെ കാലം മുതൽ ഇവിടെ സന്ദർശനത്തിനെത്തുമ്പോൾ ഇവിടെ ഭീകരാക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭീകരാക്രമണം, അപ്പോൾ ഇവിടെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, JD വാൻസ് ജയ്പൂരിലുണ്ട് ഈ സമയത്ത്, ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിന്റെ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയില്ലാതായി പോയതാണോ? അത് മാത്രമല്ല, ഇപ്പോൾ റാണ അയൂബിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ മുഴുവൻ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം വൻ സുരക്ഷയാണ് എന്ന് പറഞ്ഞു. ആ സുരക്ഷ കാശ്മീരിൽ ഇല്ലായിരുന്നോ? ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ട സ്ഥലമല്ലേ ഈ കാശ്മീർ? അവിടെ ഈ സുരക്ഷ ഏർപ്പെടുത്താൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല, അല്ലെങ്കിൽ സൈന്യം തയ്യാറായില്ല? സമ്പൂർണ്ണമായ ഇന്റലിജൻസ് വീഴ്ചയാണ്, ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നമ്മൾ ഈ പുൽവാമയുടെ സാഹചര്യം കൂടി എടുത്ത് തന്നെ വേണം ഇതിനെ പരിശോധിക്കാൻ. കാരണം പുൽവാമയിൽ അന്ന് ഈ പറയുന്ന 78 ട്രക്കുകളിലാണല്ലോ കൊണ്ടുപോയത്. 78 വാഹനങ്ങളിലായിട്ട് 2500 പട്ടാളക്കാരെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇതേ വിലയിരുത്തൽ തന്നെ ഉണ്ടായതാണ്. കാരണം ഈ 78 ട്രക്കുകളിലായിട്ട് 2500 പട്ടാളക്കാരെ കൊണ്ടുപോകുമ്പോൾ, ഒരു വലിയ കോൺവോയി ആയി കൊണ്ടുപോകുമ്പോൾ ഭീകരാക്രമണത്തിന്റെ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അവിടെ ഉണ്ടായത്, ആ ആക്രമണത്തിന് ശേഷം ഉണ്ടായത്. പക്ഷേ അത് ബാലാക്കോട്ടിലെ പ്രത്യാക്രമണത്തിന്റെ ഒരു വലിയ കരിമ്പടം കൊണ്ട് ആ ആരോപണങ്ങളെ എല്ലാം മൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് അവിടുത്തെ അന്നത്തെ ഗവർണർ തന്നെ പിന്നീട് വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ ഗവർണർ തന്നെ വയറിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായി ഈ പറയുന്ന, അന്ന് സത്യപാൽ മാലിക്, ആ പേരാ ഞാൻ അന്വേഷിച്ചത്, സത്യപാൽ മാലിക് പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആർക്കാണ് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്? ആരെങ്കിലും രാജിവെച്ചോ? ഇവിടെ ഇപ്പൊ മുംബൈ ആക്രമണം ഉണ്ടായ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ട് പിന്നാലെ അന്ന് പ്രതിപക്ഷത്തുള്ള BJP എന്താ ചെയ്തത്? ആ നിമിഷം ആവശ്യപ്പെടുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ രാജി. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇവിടെ അങ്ങനെ ഒരു രാജി ആവശ്യമൊന്നും ഇതുവരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വം ജനതയോട് കാണിക്കേണ്ടതുണ്ട് സർക്കാർ എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടെ പറയാൻ സനീഷ്, ഇത് മറ്റേതെങ്കിലും ആക്രമണത്തിന്റെ സ്വഭാവമുള്ള ഒരു ആക്രമണമായി നമുക്ക് കരുതാനാവില്ല. കാരണം ഒറ്റയടിക്ക് 13 സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ കൊന്നത് ചെറിയ കാര്യമല്ലത്. അതായത് ഒരൊറ്റ ആക്രമണം നടക്കുന്നു, ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രദേശത്തും ആ ആക്രമണത്തിന്റെ തീവ്രത എത്തിക്കാൻ ഭീകരവാദികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ പ്രദേശത്തും ഉണ്ടായിരുന്ന വിശദീകരണത്തെക്കാൾ കൃത്യമായ വിശദീകരണം ഈ വിഷയത്തിൽ നിശ്ചയമായിട്ടും. ഇതിനകത്ത് ഈ പറയുന്ന പോലെ പോലീസ് തുറന്നു കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് കേന്ദ്രം പ്രതിപക്ഷത്തോട് പറഞ്ഞായിട്ട് കേട്ടത്. അപ്പോൾ തന്നെ അവിടെയുള്ളൊരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു നേതാവ് ചോദിച്ചത്രേ, അതായത് എൻ്റെ നാട്ടിലെ ടൂർ ഓപ്പറേറ്റർ അറിഞ്ഞിരുന്നു വൈസ്രൺ വാലി തുറന്നു കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചത്രേ. ഈ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുക കേന്ദ്ര സർക്കാർ? വീഴ്ച സമ്മതിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എത്ര പെട്ടെന്ന് വീഴ്ച സമ്മതിച്ചത് കേന്ദ്ര സർക്കാർ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, വീഴ്ച സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ സമ്മതിച്ചു എന്ന് പ്രതിപക്ഷം പറഞ്ഞതൊക്കെ നമ്മൾ ഒന്ന് വിശകലനത്തിന് വിധേയമാക്കിയാൽ, വീഴ്ച സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ തുറക്കാൻ ഉദ്ദേശിച്ചിരുന്ന ജൂണിലായിരുന്നെങ്കിൽ ഏപ്രിൽ നേരത്തെ തുറന്നു, ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന മറ്റുള്ളൊരു വ്യാഖ്യാനമാണ് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നാട്ടിൽ കേരളത്തിലടക്കമുള്ള ടൂർ ഓപ്പറേറ്റർമാർ പോലും അവിടെ തുറന്നിരിക്കുകയാണെന്ന് അറിഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഇത്രയും വലിയ സംവിധാനങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ പറയുന്നത്? അതും എങ്ങനെയാണ് ഈ ബൈസൺ വാലി, അതായത് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഒരാളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അധിക സുരക്ഷ വേണ്ടുന്ന സ്ഥലത്ത് അവിടെ ഈ പറയുന്നത് പോലെ ആളുകളെ ചോദിച്ച് നിങ്ങളിൽ മുസ്ലിങ്ങളാര് ഹിന്ദുക്കളാരെന്നൊക്കെ ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ മാത്രം ഈ തീവ്രവാദികൾക്ക് സാധിക്കുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ഇന്ന് പരക്കുന്നൊരു വിഷ്വലിൽ ഒരു കൊച്ചുകുട്ടി, അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോ ഒരാൾ മരിച്ചാണ്, കൊല്ലപ്പെട്ടതാണ്. ആ കൊച്ചുകുട്ടി സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. കുട്ടി പറയാണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, പോലീസൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇതിപ്പോൾ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അതായത് ഇതുപോലൊരു ഭീകരാക്രമണം ഏത് നാട്ടിൽ നടന്നാലും, അതും സൈനികർക്ക് നേരെയല്ല, സാധാരണ മനുഷ്യർക്ക് നേരെ, അതും ഹർഷൻ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സാധാരണ മനുഷ്യർക്ക് നേരെ നടന്നാൽ നിശ്ചയമായിട്ടും ആ നാട്ടിലെ ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടും. ഇതിപ്പോൾ അവിടെ ചെന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ച ആളെ BJPക്കാർ തല്ലിയാണ്.
ദൈനിക് ജാഗരൺ എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നാണ്. അവിടെ സ്ഥിരമായിട്ട് ആ കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ തല്ലുകയാണ്. അങ്ങനെ തല്ലിയിട്ടെന്താ കാര്യം? ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കില്ല. നിശ്ചയമായിട്ടും ഈ പറയുന്ന മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്. രാഹുൽ ഗാന്ധി സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അമിത്ഷായുമായിട്ട് സാധാരണമല്ലാത്തൊരു ടെലിഫോൺ കോൾ അദ്ദേഹം വിളിച്ചു. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചെന്നിട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ അപ്പോഴും ഇക്കാര്യത്തിൽ വീഴ്ച അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന സുരക്ഷാ വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേന്ദ്രം അത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാവുക. സാധാരണക്കാരായ 26 മനുഷ്യരെ കൊടും ഭീകരർ ചുട്ടുകൊന്ന ഞെട്ടലിൽ നിന്ന് രാജ്യം ഇനി എന്നാണ് മുക്തരാവുക? സമീപകാല ചരിത്രത്തിലെങ്ങും സമാനത ഏതുമില്ലാത്ത കൊടുംപാതകത്തിന് തക്ക തിരിച്ചടിയല്ലാതെ രാജ്യത്തിന് മറുപടിയില്ല. പ്രതികാരബെറിയല്ലത്. നരമേധങ്ങളുടെ പുരോഹിതർ ഇനി ആയുധം നിറക്കും മുമ്പ് 1000 വട്ടം ചിന്തിക്കണം. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അനിവാര്യമായ ഉപാധിയാണ്. അക്കാര്യത്തിൽ രാഷ്ട്ര നേതൃത്വം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനുമൊപ്പമാണ് ഈ രാജ്യം. ഒറ്റ ശബ്ദമായി ഒരു മനസ്സാണ്. അപ്പോഴും ആവർത്തിച്ചുവരുന്ന ഉത്കണ്ഠകളുണ്ട്. ഈ കൊടും ഭീകരർക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് ഈ കുരുതി അണുവിട പിഴക്കാതെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഇരുട്ടിലൊളിക്കാൻ സാവകാശം കിട്ടിയത് എങ്ങനെ? ബൈസരൻ വാലിയുടെ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ സുരക്ഷാ സൈനികനും ആക്രമണ സമയത്ത് ഉണ്ടായില്ല എന്ന പ്രതിപക്ഷ വിമർശനം ശരിയെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. റോ, മിലിറ്ററി, BSF, പോലീസ് എന്ന് തുടങ്ങി സകല സേനാ വിഭാഗങ്ങളുടെയും ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഭീകരർ തോക്കും തൂക്കി വന്ന് സഞ്ചാരികളെയും സാധാരണക്കാരെയും ചുട്ടുകൊന്ന് പൈൻമരക്കാടുകളിൽ മറഞ്ഞതിൽ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. സർക്കാരും സൈന്യവും അതിപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ RDX വിശ്വസിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.